ഹായ്, വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ചെറിയ ചൂട് തുടങ്ങിയിട്ടുണ്ട്. വലിയ ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ രാത്തോടന്മാരുടെ മാരേജിൻ്റെ വിശേഷങ്ങളുടെ എൻഡിങ് ആണ്, അവസാന ഭാഗമാണ്. അപ്പോൾ ഇന്ന് ബരാത്തിന് പോകുന്നതും അവിടെ ബരാത്തിൽ പോകുമ്പം അതിലൊരു ചെടിയുടെ കൊമ്പ് കൊണ്ടുപോകുന്നുണ്ട്, അതിൻ്റെ കഥകളും അതേപോലെ തന്നെ പെൺകുട്ടി വീട്ടിൽ വരുമ്പോൾ ഉള്ള ചടങ്ങുകളും ഒക്കെയാണ്. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണും. ഇന്ന് നമുക്ക് ഒത്തിരി വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. എന്നിട്ട് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ആചാരങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞ് ഒരു കമൻറ്റ് ഇടണം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇവിടുന്ന് കുട്ടിക്ക് കൊടുക്കാൻ കൊണ്ടുപോയ ഗോൾഡും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. രണ്ട് വീട്ടുകാരും ഇതുപോലെ ഇരുന്നതിന് ശേഷം അവരെന്തൊക്കെയാണ് ആൺകുട്ടിക്ക് കൊടുക്കുന്നതും പെൺകുട്ടിക്ക് കൊടുക്കുന്നതും അതിനെപ്പറ്റി അവർ എല്ലാവരെയും കാണിക്കും. അതാണ് ഇവരുടെ ഒരു സിസ്റ്റമാണത്. അന്നേരമാണ് മോൻ പറഞ്ഞത് കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു കാര്യവും വേണ്ട എന്ന്. ഇനിയുള്ള പ്രോഗ്രാം എല്ലാം പെൺകുട്ടിയുടെ വീട്ടിലാണ്. അപ്പോൾ 2 days ആയിരുന്നു അവിടെയും പ്രോഗ്രാം.
നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? വരൻ്റെ കൂടെ തന്നെ ഒരാൾ ഒരു ചെടിയുടെ കൊമ്പ് പിടിച്ചു നടക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാത്തോർ രാജ്പുത് വിവാഹ രീതിയിൽ വരൻ ബരാത്തിൽ വരുമ്പോൾ ഒരു ചെടിയുടെ കൊമ്പ് ഇങ്ങനെ പിടിച്ചിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആചാരമാണ്. ഇതിന് പിന്നിൽ ചില വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. ഒന്ന്, സൗഭാഗ്യത്തിനും സമൃദ്ധിക്കും വേണ്ടിയാണ് പച്ചയായ കൊമ്പ് പുതിയ ജീവിതത്തിൻ്റെ തുടക്കം, വളർച്ച, സന്തോഷം എന്നിവയെ പ്രതികരിക്കുന്നു. പിന്നെ ദോഷനിവാരണത്തിന് ദോഷദൃഷ്ടി, ദോഷഫലങ്ങൾ എന്നിവയിൽ നിന്ന് വരനെയും ദാമ്പത്യ ജീവിതത്തെയും സംരക്ഷിക്കാനാണ് എന്ന വിശ്വാസവുമുണ്ട്. മൂന്നാമത്തത്, പ്രകൃതിയോടുള്ള ഒരു ബന്ധം, പ്രകൃതിയെ ആദരിക്കുന്നതിൻ്റെ അടയാളമായും ഇതിനെ കാണുന്നു. പിന്നെ നാലാമത്തത്, വംശപരമ്പരാഗത ചിഹ്നം. റാത്തോർ സമൂഹത്തിൽ പണ്ട് കാലം മുതൽ വന്ന ഒരു ആചാരമായതിനാൽ പാരമ്പര്യം നിലനിർത്താനാണ് ഇത് തുടരുന്നത്. സാധാരണയായി ഇത് വേപ്പിൻ്റെ കൊമ്പോ മാവിൻ്റെ കൊമ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുണ്യച്ചെടിയുടെ കൊമ്പാണ് ഉപയോഗിക്കുന്നത്. വധുവിൻ്റെ വീട്ടുകാർ വരനെ സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. जल्दी होती रमन मार दे जल्दी टेंशन ना लो अच्छा अब बात नहीं एक मिनट सामने ऐसी आऊंगी मैं आगे कैसे लगता है എന്തുമാത്രം വ്യത്യസ്തമായ ചടങ്ങുകളാണെന്ന് നോക്കി. ഇപ്പോഴും പഴയ ആചാരങ്ങളാണ് ഇപ്പോഴും ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്.
വരൻ്റെ കൂടെ പോയ എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പം നടക്കുന്നത്. ഇനിയും കല്യാണം കഴിഞ്ഞ് വധു നമ്മുടെ വീട്ടിലെത്തുമ്പം സ്വീകരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. കല്യാണം ഒന്നും കാണിക്കാൻ പറ്റിയില്ല. കല്യാണ സമയത്ത് വരനോടൊപ്പം രണ്ടുപേരെ കയറ്റിയുള്ളൂ. അപ്പം അതുകൊണ്ട് കല്യാണ വീഡിയോ ഒന്നുമില്ല. പിന്നെ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി 4 ദിശയിലോട്ട് നോക്കിയിട്ട് ഇരുന്നുകൊണ്ട് ഭൂമിയെ വണങ്ങുന്നതായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ വധു ഒരു ഡാൻസ് ചെയ്യും. അവരുടെ ഒരു പരമ്പരാഗത നൃത്തമാണ് അത്. രാജസ്ഥാൻ രാജ്പൂത് കുടുംബങ്ങളിൽ കാണുന്ന ഒരു പരമ്പരാഗത ആചാരമാണ് ഈ ഡാൻസ്. ഇതിനും കുറച്ച് ഉദ്ദേശങ്ങളും അർത്ഥങ്ങളുമുണ്ട്. ഒന്ന്, സന്തോഷവും ശുഭാരംഭവും പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. പുതിയ ജീവിതത്തിൻ്റെ തുടക്കവും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു അടയാളമായിട്ടാണ് ഈ നൃത്തം കാണുന്നത്. രണ്ടാമത്തത്, ഗൃഹപ്രവേശത്തെ പുണ്യമാക്കാൻ വധു വീട്ടിലേക്ക് നല്ല ഊർജവും ഐശ്വര്യവും കൊണ്ടുവരുന്നു എന്ന വിശ്വാസവും ഉണ്ട്. മൂന്നാമത്, വീട്ടുകാരോടുള്ള സ്നേഹവും സ്വീകരണവും കാണിക്കാൻ ഞാൻ ഈ വീടിൻ്റെ ഭാഗമാണ് എന്ന സന്ദേശമാണ് ഈ നൃത്തത്തിലൂടെ കാണിക്കുന്നത്. ഈ പാരമ്പര്യവും സംസ്കാരവും നിലനിർത്താൻ തലമുറകളായി തുടരുന്ന ഒരു രീതിയാണ് അവരിന്നും ഇത് പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ചാമത്തത്, ദോഷനിവാരണ വിശ്വാസം. ചില സ്ഥലങ്ങളിൽ ദോഷദൃഷ്ടി മാറാനും ദാമ്പത്യ ജീവിതം നല്ലതാകാനും വേണ്ടിയാണെന്നുള്ള വിശ്വാസമുണ്ട്. ഇത് ചെറിയ ചുവടുകളോടുകൂടിയ ലളിതമായ നൃത്തമാണ്. പിന്നെ അതിനുശേഷം പെൺകുട്ടി ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യും. അതിനുശേഷം വരനും വധുവും കൂടി ഒരുമിച്ച് നിന്ന് ഡാൻസ് ചെയ്യും. പിന്നെ അവിടെ ഉള്ള എല്ലാ ലേഡീസൂടെ ചേർന്നിട്ട് ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഭയങ്കര ആചാരങ്ങളല്ലേ. എങ്ങനെയുണ്ടായിരുന്നു രാത്തോഡ് രാജ്പൂത്തുകളുടെ കല്യാണ രീതികൾ? വ്യത്യസ്തമായ രീതികളല്ലേ. എത്ര വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആണ് ഇന്ത്യയിലുള്ളത്. ഓരോ കാസ്റ്റിനും ഓരോരോ രീതികളാണ് അല്ലേ.
നമ്മൾ കുട്ടിയുടെ മുഖം കാണണമെന്നുണ്ടെങ്കിൽ ദുപ്പട്ട ജസ്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ആ മോടെ മുഖത്തോട് നോക്കുമ്പോൾ കുട്ടി കണ്ണിങ്ങനെ നേരെ നോക്കാൻ പാടില്ല, കുഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കുട്ടി വധുവിന് നമ്മൾ ക്യാഷ് തലയിൽ ഒഴിഞ്ഞിട്ട് കുട്ടിക്ക് കൊടുക്കണം. അതാണ് അവിടുത്തെ ചടങ്ങ്. പക്ഷേ എന്തായാലും ശരി, നമുക്കെല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ട് കുട്ടിയുടെ കണ്ണുപോലും ഒന്നും ഉയർത്താൻ പാടില്ല, മനസ്സിലായോ? അങ്ങനെയാണ് ആ ദിവസം ഫുള്ള് കുഞ്ഞ് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പം എല്ലാവരും ഒരു കാര്യം ചെയ്യണം, വീഡിയോ കണ്ടതിന് ശേഷം ഈ വ്യത്യസ്തമായ ആചാരങ്ങളെപ്പറ്റി ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഇതേപോലെ തന്നെയുള്ള ആചാരങ്ങൾ വേറെ ഏതെങ്കിലും മതത്തിലുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്നും കമൻറ്റ് ഇടണം കേട്ടോ.